കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അങ്ങനെയെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധന് കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും നമുക്ക് നൽകുന്നത് നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിച്ച് അനുവർത്തിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ വായനയിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്, സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങളും ദൈവമക്കൾക്ക് പ്രധാനപ്പെട്ടതാണ്. ആദ്യ വായനയിൽ നമ്മൾ കണ്ടു ഹെസക്കിയായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ മരിക്കും എന്ന് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞതാണ്. യെശയ്യാ പോയി ഈ വിവരം അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷെ നമ്മൾ കാണുകയാണ്, തൻ്റെ പാപം മൂലം, അനാസ്ഥ മൂലം വന്ന ഒരു രോഗം. അവൻ ഐശ്വര്യം വന്നപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുപോലെ മഹത്വപ്പെടുത്തിയില്ല. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, അവൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി. പ്രവാചകനിലൂടെ ദൈവം സന്ദേശം കൊടുത്തു, നീ മരിക്കും, നിന്റെ വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിക്കും, നീ രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കില്ല. അങ്ങനെ കേട്ടിട്ട് നിരാശനാകുന്ന ഹെസക്കിയായെ അല്ല നമ്മൾ കാണുക. അവൻ പോയി ദൈവത്തോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു, അനുതപിച്ചു, അവൻ്റെ തെറ്റു തിരുത്തി കർത്താവിൻ്റെ കരുണയ്ക്കായി അവൻ പ്രാർത്ഥിച്ചു. ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴേ യെശയ്യായ്ക്ക് തന്നെ ദൈവം കൊടുത്ത ഒരു സന്ദേശമാണ്, നീ പോയിട്ട് ഹെസക്കിയായോട് പറയുക, അവൻ്റെ ആയുസ് ഞാൻ നീട്ടിക്കൊടുത്തിരിക്കുന്നു. പ്രാർത്ഥിച്ചു മേടിച്ചൊരു ആയുസാണ്, പ്രാർത്ഥിച്ചു മേടിച്ച ഒരു സൗഖ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലാണേലും എന്തു പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാനുള്ള വഴി ഏതാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 38:9 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, രോഗം വരുമ്പോൾ നീ ഉദാസീനത കാണിക്കരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യം ലഭിക്കും. ഇന്ന് ഈ ഉദാസീനത കാരണം മാറാതിരിക്കുന്ന രോഗങ്ങൾ, മാറാത്ത സഹനങ്ങൾ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. പ്രാർത്ഥിച്ചാൽ തീരാവുന്നതാണ്. നന്നായിട്ട് ദൈവത്തെ ഒന്ന് നിലവിളിച്ചാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടാകാവുന്നതേ ഉള്ളൂ. 2 ദിനവൃത്താന്തം 18:31 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, യഹോഷാഫാത്തെ അവൻ മരണവാക്കിൽ എത്തി നിന്നിരുന്നു, രക്ഷപ്പെടാൻ 0 ചാൻസ്. പക്ഷെ നമ്മൾ കാണുകയാണ്, യഹോഷാഫാത്ത് ഒരൊറ്റ വിളിയായിരുന്നു, ദൈവമേ എന്ന്. അങ്ങനെ ആ ചങ്കിൽ നിന്നൊരു വിളി സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ റിസൾട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് അവനെ സഹായിച്ചു. അവൻ മരിച്ചില്ല. മരിക്കാൻ 0 ചാൻസ്, ഒരു ചാൻസും ഇല്ലാതിരുന്നവൻ അവൻ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് കാണാൻ പറ്റും.
പറയുന്നുണ്ട്, നമ്മുടെ ഒരു നിലവിളിക്ക് അത്ഭുതങ്ങൾ സാധ്യമാക്കാൻ പറ്റും. ദൈവത്തോട് നമ്മളൊന്ന് നിലവിളിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കാണിച്ചു തരും എന്നുള്ള ആ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. യഹോഷാഫാത്ത് അതിനുശേഷം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും അതെല്ലാം നമുക്ക് ബൈബിളിൽ വായിക്കാവുന്ന ഒരു കാര്യമാണ്. സഹനങ്ങൾ നമ്മൾ വരുത്തിവെക്കുന്ന സഹനങ്ങൾ. സങ്കീർത്തനം 107, നമ്മുടെ പാപം, നമ്മുടെ അകൃത്യങ്ങൾ സഹനങ്ങൾ വരുത്തിവെക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ആദ്യവായനയിൽ നമ്മൾ കണ്ടത് ഹെസക്കിയ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയപ്പോഴാണ് അങ്ങനെ ഒരു രോഗാവസ്ഥ പിടികൂടിയത്. രണ്ടാമതൊന്നുണ്ട്, നമ്മുടെ അനാസ്ഥ മൂലം മാറാതിരിക്കുന്ന സഹനം. അതാണ് നമ്മൾ കണ്ടത്. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾ ദൈവത്തിന് മാറ്റിത്തരാൻ പറ്റും. പ്രാർത്ഥിക്കാതിരിക്കുന്നത് നമ്മുടെ കുഴപ്പമല്ല, ദൈവത്തിൻ്റെ കുഴപ്പമാണ്. പറയുന്നുണ്ട്, ദൈവത്തെ പഴിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ ജീവിതം തിരുത്താനായിട്ട് സാധിക്കണം. അവിടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതൊന്നുണ്ട്, ദൈവം അനുവദിക്കുന്ന സഹനം. അതിൽ നമ്മൾ ലജ്ജിക്കരുത്, അത് കണ്ടിട്ട് നമ്മൾ പരിഭ്രമിക്കരുത്. ഇതെല്ലാം 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, ഹെസക്കിയായെ പോലെ ഉള്ളൊരുകി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെടും. ഇതേ കാര്യം വീണ്ടും പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ലൂക്ക 18-ന്റെ 14-ാമത്തെ വചനത്തിൽ. പറയുന്നുണ്ട്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ബൈബിളിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഒരു പ്രാവശ്യം പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം അത്ര വലുതായതുകൊണ്ടാണ്. അതുപോലെ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്. മത്തായി 12-ാം അധ്യായം 7-ാമത്തെ വചനം നമ്മൾ കാണുകയുണ്ടായി. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിരപരാധരെ നിങ്ങൾ കുറ്റം വിധിക്കില്ലായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. ഇനി കർത്താവ് അവരെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്, സ്നേഹം ജീവിക്കണം. നിയമം പാലിച്ചാൽ പോരാ, സ്നേഹം ജീവിക്കണം. സ്നേഹം ജീവിക്കാൻ വേണ്ടിയാണ് ഒരു നിയമം ലംഘിക്കുന്നത് എങ്കിൽ പോലും ദൈവം അത് പാപമായിട്ട് കാണുന്നില്ല. ഞാൻ ഞായറാഴ്ച കുർബാന കടമുള്ള ദിവസമാണ്. കുർബാനയ്ക്ക് പോകാൻ ഇറങ്ങിയ സമയത്താണ് ഒരു മനുഷ്യൻ രോഗാവസ്ഥയിൽ മരണവക്കിലെത്തി നിൽക്കുന്നു. ആ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോയതിൻ്റെ പേര് അന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചത് മാരക പാപമായി മാറുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം. പറയുന്നുണ്ട്, സ്നേഹം ജീവിക്കാൻ വേണ്ടി നിയമം ലംഘിച്ചാലും അത് ഒരു അപരാധമല്ല. ദാവീദ് ചെയ്തൊരു കാര്യം കർത്താവ് എടുത്തു പറഞ്ഞവരെ ഈ ഒരു കാര്യം പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 9:13 വായിക്കുമ്പോൾ. മത്തായി 9:13 അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഇതിൻ്റെ അർത്ഥം പോയി പഠിക്കാനാണ് പറഞ്ഞു. പണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ദിവസേന കുർബാനയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഡെയിലി നമുക്ക് സന്ധ്യാപ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റു പല കാര്യങ്ങളും നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും കരുണ കാണിക്കുന്നതിൽ പരാജയപ്പെടരുത്. ഒരുപക്ഷെ നമ്മളെപ്പോലെ പ്രാർത്ഥിക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ലായിരിക്കാം. ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളവർക്ക് നമ്മുടെ അതേ രീതിയിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അവർക്ക് ചിലപ്പോൾ അതിനകത്ത് വിശ്വാസം ഇല്ലായിരിക്കാം. പക്ഷെ നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ബലിയേക്കാൾ ശ്രേഷ്ഠമായിട്ട് കർത്താവ് കരുതുന്ന ഒരു കാര്യമാണ്. നിയമം പാലിക്കുന്നത് നല്ലതാണ്, പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം. ഇനി നിയമം ലംഘിക്കേണ്ടി വരുന്നിടത്ത് ലംഘിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഒപ്പം നമ്മൾ ഹൃദയത്തിലേറ്റി നമ്മളെപ്പോഴും പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക. യാക്കോബ് 2:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യപൂർവ്വം വിധിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ
കാരുണ്യപൂർണമായ ഒരു വിധി നിനക്ക് ലഭിക്കും. കാരുണ്യരഹിതമായിട്ട് വിധിക്കുന്ന വ്യക്തിയാണെങ്കിൽ കാരുണ്യരഹിതമായിട്ട് തന്നെ നീ വിധിക്കപ്പെടും എന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.